ഹായ് വെൽക്കം ടു യുവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഞാനും ഹിബയും കുറേ കാലമായി ബീച്ചിൽ പോകണമെന്ന് വിചാരിക്കുന്നു. നമ്മൾ വർക്കിൻ്റെ എന്താ പറയുക ആ ഒരു ടൈം കിട്ടാത്തതായത് കൊണ്ടും അങ്ങനെ പല കാരണങ്ങൾ നമ്മൾ കുറേ ആയി ബീച്ചിലൊക്കെ പോയിട്ട് നമ്മുടെ അടുത്ത് തന്നെ ആട്ടോ ഈ ബീച്ച്. ഇതിപ്പോൾ ബട്ടറോഡ് ബീച്ചാണ് കാലിക്കറ്റുള്ളത്. അപ്പോൾ ഞാനും ഹിബയും കുറേ കാലത്തിന് ശേഷം ബീച്ചിൽ പോകും. ഒട്ടകത്തിന് കയറാൻ വന്നോ? ആ ഒട്ടകത്തിന് പോലെ കയറാണെങ്കിൽ ഞാൻ പൈസ കൊടുക്കാം, ഫ്രീ റൈഡ് എനിക്ക് ഓഫർ. ഇന്നലെ ചലഞ്ചിൽ പൊട്ടിയില്ലേ? ഇന്നലെ ചലഞ്ചിൽ പൊട്ടിയില്ലേ? ഇന്നലെ ചലഞ്ചിൽ പൊട്ടിയതും കൊണ്ട് നമുക്ക് ഒരു ഓഫർ തരാം, ഒട്ടകത്തിന് മേലെ കയറാൻ. ആണോ? ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ആയിക്കോട്ടെ ബട്ടോട് ബീച്ച് ആയിക്കോട്ടെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീട്ടിനടുത്തുനിന്ന് അധികം ഡിസ്റ്റൻസ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് ഈ ഒരു ബീച്ചിലേക്ക് വരാൻ തന്നെ ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രീ ആകുമ്പോൾ ഒരു ഈവനിങ് ഒക്കെ അവിടെ വന്ന് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു എന്താ പറയുക മൈൻഡ് റിലീഫാണ്. പിന്നെ ഇടയ്ക്കൊക്കെ വെറും ജോബ് എന്നല്ല, ജോബിനിടയിൽ ഇങ്ങനത്തെ കുറച്ച് റിലാക്സേഷൻ കിട്ടുമ്പോൾ ഒക്കെ രസമല്ലേ. വന്ന പാടെ തന്നെ ഹിബ ലക്ഷ്യമിട്ടത് ആ ഒട്ടകത്താട്ടോ. ഒട്ടകത്തിൻ്റെ മേലെ കയറണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആളിങ്ങനെ നടക്കായിരുന്നു. പക്ഷെ എന്താ പറയുക, ഒരു കുട്ടി അവിടെ നിന്ന് ഒട്ടകത്തിൻ്റെ മേലെ കയറിയിട്ട് ഇങ്ങനെ പേടിച്ച് വയ്ക്കുന്നുണ്ടപ്പോൾ ആൾക്ക് പേടിയായി. പിന്നെ ഈ വർത്താനം തന്നെ ഉള്ളൂ, അങ്ങനെ ചാടി കയറി കയറൊന്നുമില്ല. അപ്പോൾ നമ്മളെ ഇന്നലത്തെ ചലഞ്ച് കൂടെ കണ്ടിട്ട് അറിയാം, ആരാണോ ചലഞ്ച് പൊട്ടുന്നത് അവർ പറയുന്ന കാര്യം, എന്തായാലും ജയിച്ച ആൾ പറയുന്ന കാര്യം നമ്മൾ വാങ്ങിച്ചെടുക്കുന്നുള്ള പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ എന്താ വെച്ചാൽ ഹിബക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നൈറ്റ് ഡ്രൈവ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്ത് പോകുന്നൊക്കെ. അപ്പോൾ എന്താ പറയുക, മാല ഗിഫ്റ്റ് എന്നൊന്നുമല്ല, ഒരു നൈറ്റ് ഡ്രൈവോ എന്തെങ്കിലും ഒരു ചെറിയൊരു ജ്യൂസോ എന്തൊക്കെ നമ്മൾ മാരകമായിട്ടുള്ള ചലഞ്ചിൽ വിന്നർ അതൊന്നല്ല. അപ്പോൾ നമുക്ക് ആളോട് പോയി ചോദിച്ചു നോക്കാം താല്പര്യം ഉണ്ടോ എന്നുള്ളത്. ഉണ്ടോ ചോദിച്ചു നോക്കുക. ഹലോ, ഒരു നൈറ്റ് ഡ്രൈവ് പോകുന്നതിനെ പറ്റി എന്താ എൻ്റെ അഭിപ്രായം? ആ പോവാ സസ്പെൻസ് സർപ്രൈസ് ഒന്നല്ല, പക്ഷെ ഈ നൈറ്റ് ഡ്രൈവ് നമ്മൾ ഇന്നലെ ചലഞ്ചിലൊരു സംഭവം പറഞ്ഞല്ലോ, അതേ പറഞ്ഞു നമ്മള്. ഡെയറി മിൽക്ക് വേണം, ഡെയറി മിൽക്ക് വാങ്ങിക്കാം നമുക്ക്. എന്നാ പോവല്ലേ? പെട്ടെന്ന് മാറ്റണേ. വാ എണീച്ചോ. നമ്മളിങ്ങനെ നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യമില്ലാതെ പോയിട്ട് കാര്യമില്ലല്ലോ. ലക്ഷ്യമില്ലാതല്ലോ, എനിക്ക് ഡയറി മിൽക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടിട്ടല്ലേ ആണ്. പക്ഷെ നല്ലൊരു ഓപ്ഷൻ ഉണ്ട്, നല്ല കട്ടപ്പാലിൽ. വേണ്ട വേണ്ട വേണ്ട, ഡയറി മിൽക്ക് ആശിക. നല്ല കട്ടപ്പാലില് നല്ല തണുപ്പോടെ കൂടിയുള്ള പലതരം ജ്യൂസുകള് വേണ്ടെങ്കിൽ വേണ്ട, ഡയറി മിൽക്ക് ആക്കി. പക്ഷെ മിസ് ചെയ്യരുത് കേട്ടോ, നീ കഴിച്ചാൽ കറി നല്ല വേണോ. ഡയറി മിൽക്ക് ആണ്, ഡയറി മിൽക്ക് ആക്കാം, എന്റെ ഇഷ്ടം. ഞാനത് പറയില്ല. ഡയറി മിൽക്കാ വേണ്ടിട്ട് കട എടുക്കട്ടെ. ഞാൻ എന്റെ ഫൈനൽ ഡിഷ് എന്റെതാ. ഡയറി മിൽക്ക് ഞാൻ പറയും, ഡയറി മിൽക്ക് വേണോ ജ്യൂസ് വേണോ? വണ്ടി ഇതാ ജംഗ്ഷനിൽ എത്തുന്ന പറയും. എന്താണ് ആശിക? എന്നാലും പറയുക, ഞാൻ ഇവിടെ ഒന്നിനും നിർത്താം. പറയും ഓക്കെ. അപ്പൊ ജ്യൂസിലൊക്കെ പോകണേ, ഇനി പറഞ്ഞാണേ. ഇവിടുത്തെ ജ്യൂസുകളുടെ പേരൊക്കെ വെറൈറ്റി ആട്ടോ. അബൂദ, അപ്രിയ, മസൂറ, നൂറ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ തരം ജ്യൂസുകൾ ദീപ. സബൂറ, അബൂറ, നൂറ, മറിയ, ബീവി, ഖദീജ. എനിക്ക് തോന്നുന്നു ആപ്രിക്കോട്ടിന്റെ പാഷൻ ഫ്രൂട്ട് അതൊക്കെ മിക്സ് ആണെന്ന് തോന്നുന്നു. ഫിഗ് ആണെന്ന് തോന്നുന്നു. ഫിഗ് ആണെന്ന് തോന്നുന്നു. സിപ്പടിച്ചോട്ടെ. ഫിഗ് ഉണ്ട്, ബദാം ഉണ്ട്, എനിക്ക് ആപ്രിക്കോട്ടും ഉണ്ട്. ആ 3 മിക്സ് ആക്കിട്ടാ. നല്ല ഇളന്നിന്റെ വേറെ ഒരു സാധനം ഉണ്ട്, അത് മറിയല്ലേ? മറിയേനും അങ്ങനെ എന്തോ ഇതിനോട് കണ്ടേ അല്ലേ? പക്ഷെ നൈറ്റ് എല്ലാരും വിചാരിക്കും എന്താണ് നമ്മൾ സിംഗിൾ വാങ്ങിച്ചെന്നെല്ലാം ചോദിക്കുന്നത്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ആൾ ഒരിക്കലും ഒരു ഫുള്ള് കുടിക്കൂല, മാക്സിമം പകുതി അല്ലെങ്കിൽ കാല് കഴിയാനായി. അപ്പൊ ഞാൻ ഒന്ന് വാങ്ങിച്ചാല് ഞാൻ 1.5 കുടിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളൊരു കണക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചിട്ട് ഷെയർ ആക്കാം. അതിപ്പോ ഓൾമോസ്റ്റ് എല്ലാ സാധനവും നമ്മളങ്ങനെ തന്നെ അല്ലെ, ഒന്ന് വാങ്ങിച്ച് ഷെയർ ആക്കാം നമ്മുടെ പരിപാടികളില്. ഞാൻ എന്തായാലും പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. എന്താ പറയാ, ചലഞ്ചിൽ തോറ്റത് കൊണ്ട് ഞാൻ വാങ്ങിച്ചെടുക്കാന്ന് സാധനം വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. എന്താ അതിനോട് എനിക്ക് ചലഞ്ചസ് ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ചലഞ്ചുകൾ പൊട്ടിയത്, അതിനൊന്നും എനിക്ക് വാങ്ങിച്ചു തന്നില്ല. അതിനല്ല മറ്റേ മുളകൊക്കെ എടുത്ത് ഞാൻ കഴിച്ചത്, അത് ചലഞ്ചിന്റെ ഭാഗമായിട്ടാണ്. അതന്നെ, ഇതൊക്കെ ചലഞ്ചിന്റെ ഭാഗം. ഇതിന്റെ ലാസ്റ്റിൽ എന്ന് പറയുന്നത് ഇഷ്ടമുള്ള സാധനമാണ്. ഇപ്പൊ അടുത്ത ചലഞ്ചിൽ എങ്ങനെയാണെന്നുള്ള നമുക്ക് ഡിസൈഡ് ചെയ്യല്ലോ. ഓക്കെ. അപ്പൊ എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പണ്ട് കഴിക്കുമ്പോ രസം ഉണ്ടാവും. എന്തറിയോ, നമ്മളിപ്പോ അവിടുന്ന് പോയിട്ട് കഴിച്ചിട്ട് എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു കൊറേ ആയി, 5-6 മാസമായി. കൊറേ ആയി.
അപ്പം നല്ല കട്ടി, 5-6 ഒരു കൊല്ലത്തായി തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നല്ല കട്ടിയില് പണ്ട് കിട്ടലുണ്ടായിരുന്നു. നല്ല കട്ടിയിൽ അടിച്ചിട്ട് അതുകൊണ്ട് കുടിച്ചാൽ തീരൂലേനും. അതിങ്ങനെ കുറച്ച് കുറച്ച് സിപ്പ് അടിക്കുന്ന സമയത്ത് തീരൂലേനും, ഭയങ്കര വയറ് നിറഞ്ഞ മാതിരിയും. പക്ഷെ ഇത് നല്ല ലൂസായി പോയി. അതുകൊണ്ട് ഇല്ല, പക്ഷെ പേടിക്കണ്ട. ഞാൻ വിചാരിച്ചെന്താ അറിയോ, എനിക്ക് മാത്രം അങ്ങനെ ഫീൽ ചെയ്തത്. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ സാധനം എങ്ങനെയല്ലേ, ഫസ്റ്റ് നമ്മള് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മളവിടെ സജസ്റ്റ് ചെയ്താലോ, നല്ല അടിപൊളിയായിട്ട് ചിലപ്പോൾ എന്താണ് ഈ സാധനം ചോദിക്കും. അപ്പൊ എന്തായാലും നമ്മളെ നല്ല രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടാവും. അടുത്ത ചലഞ്ച് നമുക്ക് ആരും ഒന്നും സജസ്റ്റ് ചെയ്യുന്നില്ല ഷിക്ക. ഇനി നോക്കണ്ട, നമ്മളെ എന്താ പറയാ, ഞാൻ തന്നെ കണ്ടുപിടിക്കേണ്ട അവസ്ഥ. ആരും സജഷൻസ് ഒക്കെ എടുക്കുക ചെയ്യട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. എന്താ പറയാ, അടുത്ത ചലഞ്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്, നമുക്ക് എന്തായിട്ടും ഉടനെ ചെയ്യാം. അഷിക്കാരെ പൊട്ടിക്കാനുള്ളതാ. പിന്നെ അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിതൊരു വ്ളോഗായിട്ട് നല്ല ഒരു ചെറിയ രസത്തിന് വേണ്ടി ചെയ്തെന്നുള്ളൂ അല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത അടിപൊളി ചലഞ്ചായിട്ട് കാണാം. ബൈ.